സോ ഈ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ മറ്റേ ബിഗ് ബോസ് പറഞ്ഞ കാരണം സത്യമാണെന്ന് തോന്നും. പക്ഷേ ഞാനത് ഫ്രീസ് ചെയ്താണ് ഈ ഒരു ഫ്രെയിം. ഇത് പുള്ളി ഇങ്ങനെ നിൽക്കുന്നൊന്നുമല്ല, പുള്ളി നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഭയങ്കര കോമഡി ആയിരുന്നു. പുള്ളിയുടെ ഒരു ചെറിയ ഒരു പ്രസ് മീറ്റ് പോലെ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചുമ്മാ കുറേ ആൾക്കാരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞിട്ട് പോയി. നല്ല രസമുള്ളൊരു വർത്തമാനമായിരുന്നു പുള്ളിയുടെ. പുള്ളി പറഞ്ഞത് എന്നെ കണ്ട മെൻ്റലി ഡൗൺ ആണെന്ന് തോന്നുമോ? ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങണമെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ, ബിഗ് ബോസിൽ നിന്ന് വെളിയിൽ പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. പക്ഷേ എന്നിട്ടാണ് പുള്ളി അവിടെ നിന്ന് കരഞ്ഞതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നാലും പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ബിഗ് ബോസുമായിട്ടൊരു പരിപാടി, ബിഗ് ബോസിനെതിരെ ഒരു പരിപാടി പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ ഒരു കാര്യം അങ്ങനെ പ്ലാൻ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്തു പോകണമെന്ന് പറഞ്ഞത്. ഒരു റീസെറ്റ് പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ സെബിൻ, ഡി ജെ സെബിൻ ഒരു മികച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അയാൾ ചിലപ്പം ഫൈനൽ വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലിൽ പുള്ളി ജയിക്കുമോ എന്നുള്ളത് അത് വോട്ടിംഗ് പോലെയാണ് എന്നാണല്ലോ. ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു ഫ്രെയിം. പുള്ളി ഇങ്ങനെ വെള്ളോട്ട് നോക്കിയിരിക്കുന്നു, മറ്റേ കിളി പറന്നു പോയ പോലെ. പക്ഷേ കിളിയൊന്നും പുള്ളിക്ക് പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ പുള്ളിക്ക് തൊലിക്കെട്ടി കുറവാണെന്ന് തോന്നുന്നു. ലാലേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അതാണ് പുള്ളിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. എന്താണെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ട്, ഇനി സംസാരിക്കാം എന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. ഇന്നലെയായിരുന്നു ആ ഇൻ്റർവ്യൂ പോലെ ആ ഒരു ആൾക്കാരെയൊക്കെ കണ്ടത്. എയർപോർട്ടിൽ വെച്ചാണെന്ന് തോന്നുന്നു. പിന്നെ ആര്യ ബഡായി പറഞ്ഞ കാര്യവും പിന്നെ ജാസ്മിൻ, ജാഫറും ഗബ്രിയും ഇവർ കാരണമാണോ, ഇവർക്കെതിരെ സംസാരിച്ചപ്പോഴാണോ ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. പുള്ളി പറഞ്ഞു വേറെ എത്ര നല്ല കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു പാഴുണ്ടല്ലോ, ഈ അപ്സര എന്ന് പറയുന്ന ആളിനെ എന്തിനാണ് മറ്റേ ബെസ്റ്റ് ക്യാപ്റ്റൻ, മൈരി ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ അതേപോലെ ഒരുപാട് പാഴുകളുണ്ട് ഈ കൊല്ലത്തെ ബിഗ് ബോസിൽ. കുറേ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ എടുത്ത് വെച്ചിട്ട് ഈ ആൾക്കാർക്കൊക്കെ നമ്മൾ വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞതെന്ന് പറയുമ്പോഴോ നമ്മളെ പൊട്ടനാക്കുക എന്നുള്ളതാണ് ആ ഒരു ടീം ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിഷാന എന്ന് പറയുന്ന ആൾ അതേപോലെ ഒരു പാഴായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഉടനെ തന്നെ പുറത്തു പോയി. പക്ഷേ ജാസ്മിൻ എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് പുറത്തു പോകുന്നില്ല? അവളിങ്ങനെ ബെസ്റ്റ് വില്ലനാണോ ഈ കൊല്ലത്തെ? ഒരുപാട് സമയം ഉണ്ടാവുമോ ഈ ബിഗ് ബോസിൽ? കാരണം അവളെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇറിറ്റേഷനാണ്. അപ്പോൾ അവളവിടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയും ജാസ്മിനെയും അവിടെ തന്നെ പിടിച്ചിരുത്തിയിരിക്കുകയാണോ? ഗബ്രി തമാശയായിട്ട് പറഞ്ഞാണെങ്കിലും അത് സത്യമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവൾ കാശ് കൊടുത്ത് മേടിച്ചാണ് ഈ ബെസ്റ്റ് ക്യാപ്റ്റൻ എന്ന ഒരു സംഭവം. പിന്നെ പറയുകയാണെങ്കിൽ ഈ കൊല്ലത്തെ അർജുൻ ഒരു വേസ്റ്റാണ്. രശ്മിൻ എന്ന് പറയുന്ന ആൾ ഒരു ഇൻ്റർനാഷണൽ വേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ത് കാര്യം കൊണ്ടാണ് അവളെ എടുത്ത് വെച്ചിരിക്കുന്നത്? കോമണർ എന്നാണ് പറയുന്നത്. കോമണറായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് വെളിയിൽ. ഇപ്പോൾ ചോദിക്കും, നമ്മൾ പറയുന്നവരൊക്കെ ഓക്കെ ആണോ ഞങ്ങൾ എടുക്കേണ്ടത്, നിങ്ങൾ പറയുന്നവരെ ഒക്കെ ആണോ ഞങ്ങൾ എടുക്കേണ്ടത് എന്ന് വേണേൽ ആ ടീം ചോദിച്ചാലും അവർക്ക് പിന്നെ എന്തും ആവുമല്ലോ. അവർക്ക് പിന്നെ എന്തും ചോദിക്കാം. കാരണം അവരാണല്ലോ ക്രിയേറ്റീവ് ടീം, സെലക്ടിങ് ടീം, മറ്റേ ടീം, മറിച്ച ടീം. എന്ത് വേണേലും വളിപ്പായി BBM6 മറ്റേ കോപ്രായം എന്ന് പറഞ്ഞ് ഞാനൊരു ടൈറ്റിൽ വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ പരിപാടി കാണുമ്പോഴെല്ലാം ഓർമ്മ വരുന്നത്. അതാണ്. എന്താണെങ്കിലും സെബിൻ അടുത്ത ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്യുമെന്ന് തോന്നുന്നു. ഫിറോസ് വന്നിട്ട് ലാലേട്ടനെതിരെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇന്നലെ ഒരു വീഡിയോ ഞാൻ പുള്ളിയുടെ കണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് ഇങ്ങനെ ലാലേട്ടൻ പറയുന്നത് മാത്രമാണോ ശരി എന്നുള്ള രീതിയിൽ ഇയാളുടെ ഫ്യൂച്ചർ എന്താവുമെന്ന് അറിയില്ല. കാരണം മലയാളം ഇൻഡസ്ട്രിയിൽ ലാലേട്ടനെതിരെ സംസാരിച്ച് അവൻ്റെ ഫ്യൂച്ചർ കഴിഞ്ഞു എന്നുള്ള ഒരു സംഭവമാണ് ഉള്ളത്. അതാണ് ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ ശാപം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ഒരാളുടെ മോണോപ്പൊളി കാരണമാണ് ഫിലിം ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ആ മൂവി, ആ ബിഗ് ബോസ് പോലത്തെ ഈ റിയാലിറ്റി ഗെയിം ഷോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇമ്പ്രൂവ് ആവാത്തതിൻ്റെ കാരണം അതാണ്. പിന്നെ ദിലീപേട്ടൻ വന്നു, പുള്ളിയുടെ കെയർടേക്കർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊഞ്ചുന്നുണ്ടായിരുന്നു. മറ്റേ നോറയും അപ്സരയും. ജാസ്മിന് അവളാകെ ബ്ലൈൻഡായി പോയെന്നാണ് പറയുന്നത്. എന്ത് മയിലാണ്. അടുത്ത ദിവസങ്ങളിൽ എന്താണേലും കുറേ ട്വിസ്റ്റ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 50 ദിവസമായല്ലോ. 50 ദിവസം ആകുമ്പോഴേക്കും പിന്നെ ഒന്ന് മാറ്റി പിടിക്കാൻ തോന്നുന്നു. ജാസ്മിനെ ഒന്നെടുത്ത് പുറത്ത് കളഞ്ഞാൽ ഈ സ്ഥലം, ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഈ സ്ഥലം ഒരു ക്ലീനായിട്ട് തോന്നും നമുക്ക് കാണുമ്പോൾ. ഒരു നെഗറ്റിവിറ്റി ഇല്ലാതെ ഒരു ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.